യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ലഭിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയ അബിൻ വർക്കിയെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്ത ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. അബിൻ വർക്കി ബിജെപിയിലേക്ക് വന്നാൽ വലിയ പദവികൾ നൽകും, കഴിവുള്ളവർക്ക് കേന്ദ്രമന്ത്രി വരെയാകാം, കഴിവ് മാത്രമാണ് ബിജെപിക്ക് മാനദണ്ഡമെന്നും അനൂപ് ആന്റണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അബിൻ വർക്കി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ബിജെപിയുടെ നിലപാടിൽ? അല്ല, ബിജെപി എന്നും മെറിറ്റുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. അബിൻ വർക്കിക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അർഹത ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടത് കോൺഗ്രസ് ആയിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, കഴിവുണ്ടെങ്കിൽ അത് ഏത് കമ്മ്യൂണിറ്റി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആയിക്കൊള്ളട്ടെ, അദ്ദേഹം ചിലപ്പോൾ നാഷണൽ സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തന്നിരിക്കുന്ന പദവി പോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാവാം. അങ്ങനെ എല്ലാ രീതിയിലും കഴിവുള്ളവരെ പരിഗണിക്കുന്ന ഒരു പാർട്ടിയാണ് ബിജെപി. അബിൻ വർക്കിക്ക് ബിജെപിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിവുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കോൺഗ്രസിനെ പോലെയല്ല. അവിടെ ഒരു കുടുംബവാഴ്ചയാണ്. ആ കുടുംബത്തിന് സ്തുതി പാടുന്ന ഒരു കൂട്ടം ആളുകളും അതിന് ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറെ ഗ്രൂപ്പുകാരും അടങ്ങുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്തിന് കഴിവുള്ള ആളുകൾ, അത് അബിൻ വർക്കി മാത്രമല്ല, കഴിവുള്ള ഏത് ചെറുപ്പക്കാരും കോൺഗ്രസിലുണ്ടെങ്കിലും എന്തിന് ഇപ്പൊ അനിൽ ആന്റണി ഞങ്ങളുടെ പാർട്ടി വന്നത് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുന്നത് പോലെ കഴിവുള്ള ഏത് ചെറുപ്പക്കാരനും കോൺഗ്രസിലുണ്ടെങ്കിൽ അവൻ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് വരിക. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ബിജെപിയുടേതാണ്. അത് യാതൊരു സംശയമില്ല. ക്രൈസ്തവ വിഭാഗത്തിൽ വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു സ്പെഷ്യൽ അക്കോമഡേഷൻ ഉണ്ടോ ബിജെപിയിൽ? അങ്ങനെ കരുതുന്നുണ്ടോ അനൂപ്? ക്രൈസ്തവ വിഭാഗത്തിൽ വരുന്ന ചെറുപ്പക്കാർ മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും ബിജെപിയിൽ നല്ല പരിഗണന കിട്ടുന്ന ഒരു പാർട്ടിയാണ്. ബിജെപിയിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളുകൾ നേതൃത്വനിരയിൽ ഇന്ന് ശോഭിക്കുന്ന ഒരു പാർട്ടിയാണ് ബിജെപി. നരേന്ദ്രമോദി മുതൽ എല്ലാവരും അങ്ങനെ വന്നവരാണ്. ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊന്നും വരുന്ന ഒരു കുടുംബത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയല്ല. താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച് മുകളിൽ വന്നു കഴിഞ്ഞാൽ പരിഗണിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല. ഏത് സമുദായത്തിൽ നിന്നും ഏത് മതത്തിൽ നിന്നും വന്ന ആളാണെങ്കിലും കഴിവ് മാത്രം മാനദണ്ഡമാക്കി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ പാർട്ടിയിൽ യാതൊരു പരിമിതികളുമില്ല. പ്രധാനമന്ത്രി വരെ ആകാം, രാഷ്ട്രപതി വരെ ആകാം എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഒരു മെറിറ്റ്. അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അബിൻ വർക്കിയല്ല, കോൺഗ്രസിലെ ഏത് കഴിവുള്ള ചെറുപ്പക്കാർ വന്നാലും പൂർണ്ണമായും രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ ഒരു നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് സംസാരിച്ചത്. അബിൻ വർക്കിക്ക് ബിജെപിയിലേക്ക് വരാം, വലിയ ഓഫറുകളാണ് അനൂപ് ആന്റണി നൽകുന്നത്, അത്രയേറെ സാധ്യതയുള്ള പാർട്ടിയാണെന്ന് ബിജെപി വിശദീകരിക്കുകയാണ്. നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ടി വി പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ടി വി പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ പ്രലോഭനങ്ങൾ നിറഞ്ഞ വാഗ്ദാനങ്ങളാണ്, വേണമെങ്കിൽ കേന്ദ്രമന്ത്രി വരെ ആകാനുള്ള സാഹചര്യം ബിജെപിയിലേക്ക് വന്നാലുണ്ട് എന്നാണിപ്പോൾ അനൂപ് ആന്റണി പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ബിജെപിക്കെതിരെ CPM-നുമെതിരെ ശക്തമായി പ്രതികരിക്കുന്ന വക്താവായി ചർച്ചകളിൽ പ്രതികരിക്കുന്ന ആളാണ് അബിൻ വർക്കി. അബിൻ വർക്കി ഇപ്പോൾ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെറുതെ അങ്ങ് പറഞ്ഞു പോയതാണോ, അതോ ബിജെപി അങ്ങനെ ആലോചിക്കുന്നു? ബിജെപിയുടെ ഒരു ആലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് സ്മൃതി ആ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ക്രിസ്തീയ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് അബിൻ വർക്കി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അനൂപ് ആന്റണി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതും. നേരത്തെ അനിൽ ആന്റണി വന്ന സമയത്ത് കിട്ടിയ സ്വീകാര്യത, താനിപ്പോൾ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുന്നു, അങ്ങനെ വലിയ പദവികളിലേക്ക് പോകുന്നു, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ വരെ ആകാനുള്ള സാധ്യതയാണ് ആ BJP നേതൃത്വം പറയുന്നത്. അതിനർത്ഥം അബിൻ വർക്കിക്ക് ഏതെങ്കിലും ഒരു BJPയിലേക്ക് വരാനുള്ള ഒരു മൂഡുണ്ടെങ്കിൽ ഉറപ്പായും ഇതാ സ്വാഗതം ചെയ്യുന്നു എന്ന നിലപാട് തന്നെയാണ് BJP സ്വീകരിക്കുന്നത്. അബിൻ വർക്കി കഴിവുള്ള ചെറുപ്പക്കാരനാണെന്ന് BJP നേതാക്കൾ പറയുന്നു. BJP നേതാക്കളല്ല, അതെല്ലാവരും പറയുന്ന കാര്യവുമാണ്. അങ്ങനെ പരസ്യമായ ഒരു നീരസം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഒട്ടും സമയം വൈകിക്കാതെ BJPയിലേക്ക് അബിൻ വർക്കിയെ സ്വാഗതം ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ശ്രുതി. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.